അവസാനമായി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു മോഡുലാർ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് ഉപയോഗിച്ച് മൈക്ക ലാമിനേറ്റ്സ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ഡിലക്സ് ലാൻഡറാണ് ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്ലീക്കിന്റെ ഡിലക്സ് ലാൻഡർ യൂണിറ്റ്. അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കതിൽ കിട്ടും എന്നുള്ളത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നമ്മൾ പ്രൊഫൈലാണ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മൾ എപ്കോയുടെ പ്രൊഫൈൽ ഹാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്കോയുടെ സോഫ്റ്റ് കോസ് ഹിഞ്ചസ് നമ്മളിതിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത്യാവശ്യം നല്ലൊരു ലോഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ സിമ്പിൾ ആയിട്ട് അതിങ്ങനെ ക്ലോസ് ചെയ്ത് പോകും. പിന്നെ നമ്മളൊരു ഗ്ലാസ് ഡോർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എപ്കോയുടെ ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ജി പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ഡോറാണ്. അതും അത്യാവശ്യം നല്ലൊരു സ്പേസിൽ നല്ലൊരു സ്റ്റോറേജിൽ നമ്മൾ അതും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ ഒരു ഓവന് വെക്കാൻ സ്പേസിലുള്ള ഒരു കറക്റ്റ് ഒരു യൂണിറ്റ് നമ്മൾ ഓവന്റെ ഒരു സ്പേസ് കൂടി നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് കോസ് ഹിഞ്ചസുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ബേസിൽ വരുന്ന ക്യാബിനുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതും ഇതേപോലെ തന്നെ നല്ല വിഡ്ത്തിൽ നല്ലൊരു സ്പേസിൽ നമ്മൾ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു കോർണർ യൂണിറ്റിൽ എപ്കോയുടെ തന്നെ നമ്മൾ കോർണർ യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് പുറത്ത് കൊണ്ടുവന്നിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ നമുക്ക് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. രണ്ട് കോർണർ യൂണിറ്റുകൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സോഫ്റ്റ് ക്ലോസ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് വളരെ സ്മൂത്ത് ആയിട്ട് ഡോറുകളൊക്കെ നമുക്ക് അതേ രീതിയിൽ തന്നെ ക്ലോസ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ രണ്ട് തട്ട് വെച്ചുകൊണ്ട്, അതായത് ഒരു സ്പേസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതവിടെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ബാസ്ക്കറ്റുകൾ ടാൻഡം ഡ്രോവേഴ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മളൊരു എക്സിക്യൂട്ടീവ് കട്ട്ലറിയാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് റിമൂവൽ ചെയ്യാൻ പറ്റും. അതിന് താഴെ നമുക്ക് ഒരു സ്റ്റോറേജ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് അതിലെന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. തൊട്ട് താഴെ നമ്മൾ ഒരു കപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കതും ഒരു ടാൻഡം ഡ്രോവേഴ്സ് തന്നെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ടാൻഡം ബാസ്ക്കറ്റിൽ ഒന്നുകൂടി ഹൈറ്റ് കൂടിയ രീതിയിലുള്ള ഒരു ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു പ്ലേറ്റുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു പുൾ ഔട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഹെറ്റിക്കിൻ്റെ ആയിട്ടുള്ള നല്ലൊരു പുൾ ഔട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കപ്പുകൾ അതുപോലെ തന്നെ ചെറിയ ബോട്ടിലുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ് കോസ് മെക്കാനിക്സ് ആണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ വിക്കർ ബാസ്ക്കറ്റ് നമുക്കതിൽ 8 സൈസിലും അതുപോലെ തന്നെ 6 സൈസിലും 4 സൈസിലും നമ്മൾ ബാസ്ക്കറ്റുകൾ കൊടുക്കും. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് വെജിറ്റബിൾ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ വിക്കർ ബാസ്ക്കറ്റുകൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നമ്മളതിൻ്റെ ഒരു ഡോർ മാത്രമാണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിലുള്ളത്. പിന്നെ ഇവിടെ ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഗ്രിപ്പ്, അതായത് അതിൻ്റെ ഒരു സൈഡ് നല്ല രീതിയിൽ നമ്മളത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബേസ് ക്യാബിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം, നമ്മൾ ഒന്നുകൂടി അടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തള്ളി, അതായത് ബേസ് ക്യാബിന് കുറച്ച് നമ്മൾ തള്ളി എടുത്തിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഒരേ ഹൈറ്റിലുള്ള ആളുകളായിരിക്കില്ല. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് കൂടി വർക്കുകൾ വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റേജ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മുകളിലുള്ള നമ്മുടെ ചിമ്മിനി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചിമ്മിനിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫാബറിൻ്റെ ചിമ്മിനിയാണ്, അതുപോലെ തന്നെ ഫാബറിൻ്റെ 3 ബർണർ ഹോബാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ അടക്കമുള്ള പല കമ്പനികളുടേതായിട്ടുള്ള ഹോബുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യം വരുന്ന മുറയ്ക്ക് നമ്മൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ഏത് കമ്പനിയുടേതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഫാബറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 3 ബർണറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടച്ച് സിസ്റ്റമാണ് നമ്മുടെ ചിമ്മിനിക്കുള്ളത്. ഇതിൽ തന്നെ കപ്പാസിറ്റർ പല രീതിയിലും ഇതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യും. ഇതിൽ
1, 2, 3 3 മോഡത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്ന സമയത്ത് എയറുകൾ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 3-ൽ ഇട്ടാൽ മതി. നമുക്ക് ചെറിയൊരു വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-ൽ കൊണ്ട് തന്നെ വർക്ക് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നുള്ളതാണ്. ഫാബറാണ് അതിൻ്റെ ബ്രാൻഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേജ് ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും വളരെ ഈസി ആയിട്ട് നമ്മുടെ ഹോബും ചിമ്മിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് അതിൻ്റെ ഒരു യൂസിങ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തടസ്സം ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് ആവശ്യമുള്ള സമയത്ത് പുറത്തെടുക്കാം, ആവശ്യം കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് തള്ളി വരും. ഈ കിച്ചൻ്റെ ഒരു ബാക്കി സ്പേസ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് ഒരു ആർക്കിട്രൈവും നമ്മളിവിടെ ഒരു വുഡൻ ഡിസൈനിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് കാണുമ്പോൾ, കാരണം കൂടുതലായിട്ട് വർക്കുകൾ നടക്കുന്നത് ഈ വർക്ക് ഏരിയയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചും കൂടിയൊക്കെ സ്റ്റോറേജ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ സ്ലീക്കിൻ്റെ ഒരു റോളിംഗ് ഷട്ടർ നമ്മളിവിടെ സ്ലീക്കിൻ്റെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലാക്ക് കളർ വരുന്ന ഒരു റോളിംഗ് ഷട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്കവിടെ. ഗ്രൈൻഡറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലഗും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു റോൾ ടോപ്പ് ഷട്ടർ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും ഗ്യാപ്പ് വരുന്നോട് ജസ്റ്റ് ഒരു ക്യാബിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വാൾ ക്യാബിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രോ ലിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എപ്പോൻ്റെ സോഫ്റ്റ് ക്ലോസ് പ്രോ ലിഫ്റ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സിങ്കിൻ്റെ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സിങ്ക് ഒരു സെൻട്രലിലല്ല കൊടുത്തിട്ടുള്ളത്, സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വിൻഡോ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലൈറ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്കിന് തൊട്ടടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വേസ്റ്റ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേസ്റ്റ് ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്ത് നമുക്ക് പുറത്ത് പോകുന്നത് പ്രയാസമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു കട്ടിംഗ് ബോർഡ് കൂടി ഇതിനോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഹോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ടൊക്കെ നമ്മുടെ വെജിറ്റബിൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ശേഷം അതിൻ്റെ വേസ്റ്റുകൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റ് ബോക്സിലേക്ക് നിക്ഷേപിക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുറേ വേസ്റ്റുകൾ വന്നതിന് ശേഷം ലാസ്റ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മളത് പുറത്തോട്ട് ഇട്ടാൽ മതി. പിന്നെ ഇവിടെ നമ്മളൊരു പോപ്പുലർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 32 സൈസ് വരുന്ന ഒരു പോപ്പുലർ ബാസ്ക്കറ്റ്. ഇത് നമ്മൾ സ്ലീക്കിൻ്റെ ബാസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വയേർഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്. ഓക്കെ, നമുക്ക് ഇതിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഉണ്ടാവും. ഒരുപാട് പ്ലേറ്റുകൾ, വലിയ പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ പ്ലേറ്റുകൾ, ബോട്ടിലുകൾ, സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 32 സൈസ് വരുന്നുണ്ട്. അത് 28, 30, 32 സൈസുകളിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു 32 സൈസ് വരുന്ന പോപ്പുലർ ബാസ്ക്കറ്റാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വാളിൽ നമ്മൾ ക്യാബിനുകൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ LED ഫോക്കസ് ലൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് ഇങ്ങനെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ആ ലൈറ്റുകൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്.